കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA വിദ്യാർത്ഥികൾക്ക് 2023 ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള പാർട്ട് ബിയിൽ വരുന്ന 16ാമത്തെയും 18ാമത്തെയും ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: സോൾവ് 14x മൈനസ് 28 പ്ലസ് 2x minus 4 is equal to 6 plus 2x minus 10. ഇതാണ് 16ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇതിനെ വർക്ക്ഔട്ട് ചെയ്യാൻ ജസ്റ്റ് നിങ്ങൾ നോക്കുക. 14x പ്ലസ് 2x എത്ര വരും? 16x എന്ന് വരും. ഇനി മൈനസ് 28 മൈനസ് 4 മൈനസ് 32 വരും. ഓക്കെ, മൈനസ് 28 മൈനസ് 4 എന്ന് പറഞ്ഞാൽ മൈനസ് 32 എന്ന് വരും. ഓക്കെ, ഈസ് ഈക്വൽ ടു 6 മൈനസ് 10 കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ വരും? മൈനസ് 4 ഇനി പ്ലസ് 2x എന്നിങ്ങനെ വരും. ഇനി 2x നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. മൈനസ് 32 സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുന്നു. ഇപ്പോ 16x ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോ എന്താവും? മൈനസ് 2x. ഇനി ഇതിനെ അങ്ങോട്ടേക്ക് എടുക്കുന്നു. ഈസ് ഈക്വൽ ടു മൈനസ് 4 ഇതിനെങ്ങോട്ടേക്ക് പോകുമ്പോ പ്ലസ് 32 എന്നാവും. സമത്തിന്റെ അപ്പുറം പോകുമ്പോ പ്ലസ് ആവും. ഓക്കെ, ഇപ്പൊ ഇവിടെ എത്ര വരും? 14x 16x 2x കുറച്ചാല് എത്ര വരുന്നു? 14x ഇസ് ഈക്വൽ ടു മൈനസ് 4 പ്ലസ് 32 കണ്ടു കഴിഞ്ഞാൽ എത്ര വരും? 28 പ്ലസ് 28 എന്ന് വരും. ദാറ്റ് ഈസ് x ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 28 ഡിവൈഡ് ബൈ 14 ഈസ് ഈക്വൽ ടു 2 എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18 ചോദിച്ചിട്ടുള്ളത്: ഡിമാൻഡ് ഫോർ ഗുഡ്സ് ഓഫ് ആൻ ഇൻഡസ്ട്രി ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ PQ ഈസ് ഈക്വൽ ടു 100. ഓക്കെ, അതായത് PQ ഈസ് ഈക്വൽ ടു 100 ആണ്. ആൻഡ് സപ്ലൈ ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ 20 പ്ലസ് 3P ഈസ് ഈക്വൽ ടു Q. ഓക്കെ, where P ഈസ് ദി പ്രൈസ് ആൻഡ് Q ഈസ് ദി ക്വാണ്ടിറ്റി. P എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ആണ്. Q എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങളോട് ചോദിക്കുന്നത് ഫൈൻഡ് P ആൻഡ് Q. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലെ? ഇവിടെ PQ ഈസ് ഈക്വൽ ടു 100 എന്ന് തന്നിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് ജസ്റ്റ് മാറ്റി ചെയ്താലോ? എങ്ങനെ വരും? Q ഈസ് ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ P എന്നാക്കി മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ Q ഈസ് ഈക്വൽ ടു 20P പ്ലസ് 3P എന്ന് വരും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, Q ഈസ് ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ P ആണ്. ഇനി Q ഈസ് ഈക്വൽ ടു എന്തും തന്നിട്ടുണ്ട്? 20 പ്ലസ് 3P എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലെ? ഇനി ഇതിനെ നമ്മൾ ജസ്റ്റ് മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? അതായത് ഈ P നമ്മൾ സമത്തിന്റെ അപ്പുറം എടുക്കുന്നു. 100 ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 20 പ്ലസ് 3P ഇൻറ്റു P എന്ന് വരും. ഓക്കെ, ഇവിടെ ഡിവൈഡഡ് ബൈ ആണ്. സമത്തിന്റെ അപ്പുറം വരുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷനിലേക്ക് മാറും. ഇൻറ്റു P എന്നായിട്ട് മാറും. അതായത് 100 ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു P എത്ര വരും? 20P പ്ലസ് 3P ഇൻറ്റു P എന്ന് പറഞ്ഞാൽ 3P സ്ക്വയർ ആയിട്ട് മാറും. ഈ ഒരു കിട്ടിയിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ രൂപത്തിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. അതായത് 3P സ്ക്വയർ പ്ലസ് 20P ഇതിനെ അങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ എന്താവും? മൈനസ് 100 ഈസ് ഈക്വൽ ടു 0 എന്നായിട്ട് മാറും. ഓക്കെ, ഇനി ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാൻ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4AC ഡിവൈഡഡ് ബൈ 2A എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്നു മൈനസ് ബി, അതായത് A എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? A എന്ന് പറയുന്നത് 3 ആണ്, B എന്ന് പറയുന്നത് 20 ആണ്, C എന്ന് പറയുന്നത് മൈനസ് 100 ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ വർക്ക്ഔട്ട് ചെയ്യാൻ എങ്ങനെ വരും? മൈനസ് ബി എന്ന് പറയുന്നത് മൈനസ് 20 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ, അതായത് 20 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 3 ഇൻറ്റു മൈനസ് 100 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 2 ഇൻറ്റു 6. ഓക്കെ, അപ്പൊ ഇതിനെ വർക്ക്ഔട്ട് ചെയ്താൽ എങ്ങനെ വരും? മൈനസ് 20 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ 20 സ്ക്വയർ ഈസ് ഈക്വൽ ടു 400. ഇനി മൈനസ് 4 ഇൻറ്റു 3 മൈനസ് 12 മൈനസ് 12 ഇൻറ്റു മൈനസ് 100 മൈനസ് ഇൻറ്റു മൈനസ് കണ്ടാല് പ്ലസ് ആവും. അതായത് എത്ര വരും? 1200 എന്ന് വരും. മൈനസ് 12 ഇൻറ്റു 100 കണ്ടു കഴിഞ്ഞാല് ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? 6 എന്ന് കിട്ടും.
അതായത് -20 പ്ലസ് ഓർ മൈനസ് √1600 ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടും. ഇനി ഇസ് ഈക്വൽ ടു -20 പ്ലസ് ഓർ മൈനസ് √1600 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 40 ആണ്. ഡിവൈഡ് ബൈ 6 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? പ്രൈസിന്റെ വാല്യൂ ആണ് കിട്ടുന്നത്. പി ഇസ് ഈക്വൽ ടു ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷനില്. അപ്പൊ ഇത് എന്താണ്? പി ഇസ് ഈക്വൽ ടു ആണ്. പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലപ്പോ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ് പ്രൈസ് ആണ് വരിക. അപ്പൊ പി ഇസ് ഈക്വൽ ടു എങ്ങനെ വരും? -20 പ്ലസ് 40 ഡിവൈഡ് ബൈ 6 എന്ന് വരും. ഇതിനെ കണ്ടാൽ എങ്ങനെ വരും? -20 പ്ലസ് 40 എന്ന് പറയുന്നത് 20 ഡിവൈഡ് ബൈ 6 എന്നായിട്ട് മാറും. ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാല് 10 ഡിവൈഡ് ബൈ 3 എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ പി ഇസ് ഈക്വൽ ടു എന്ത് വരും? 10 ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടും. പ്രൈസിന്റെ വാല്യൂ കിട്ടി. പി ഇസ് ഈക്വൽ ടു 10 ഡിവൈഡ് ബൈ 3 എന്ന് നമുക്ക് കിട്ടി. ഇനി ഇതിനെ നമ്മള് എന്ത് ചെയ്യുന്നു? ഇവിടെ വരുന്ന ഏതെങ്കിലും ഇക്വേഷനിലേക്ക് കൊടുക്കുന്നു. ഇവിടെ Q ഈസ് ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ P എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇവിടെ എങ്ങനെ വരും? 100 ഡിവൈഡ് ബൈ 10 ഡിവൈഡഡ് ബൈ 3 എന്നാവും. അപ്പൊ ഇതിനെ മാറ്റിയത് എങ്ങനെ വരും? അതായത് 100 ഡിവൈഡ് ബൈ 10 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 100 ഡിവൈഡ് ബൈ 1 ഹരിക്കണം 10 ഡിവൈഡഡ് ബൈ 3 എന്നാണ്. അപ്പൊ ഇതിനെ മാറ്റി എഴുതിയാൽ എങ്ങനെ വരും? 100 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 10 ആണ്. അതായത് എങ്ങനെ വരും? 100 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 10. അപ്പൊ ഇവിടെ 10 ഇൻറ്റു 3 എത്ര വരും? 30 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ആ ഫോർമുലയും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഇതിനെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ.